ഹലോ നമസ്കാരം. റഫീഖ് തോട്ടുമുക്കാണ്. ഞാനിപ്പോഴത് തോട്ടുമുക്കം പനമ്പ്ലാവ് പാലത്തുമ്മലാണ്. പാലത്തിന്റെ അടിയിൽ കണ്ടോ ഒരു 2 ടയർ പൊന്തി കിടക്കുന്നുണ്ട്. അതൊരു കാറ് മറിഞ്ഞതാണ്. ഇന്നലെ രാത്രി ഒന്ന് പുലർച്ചെയോ എപ്പോഴോ ഒന്ന് സംഭവിച്ചതാണ്. അപ്പം ഇതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ കൈവരി ഇവിടെ ഇല്ല. അപ്പം ഒരുപാട് കാലമായിട്ട് നാട്ടുകാർ പറയുന്നൊരു സംഭവമാണ് ഈ റോഡിന് കൈവരി വേണമെന്നുള്ളത്. ഇതുവരെ അധികൃതരാരും അതിന് വേണ്ട ഒരു നടപടി എടുത്തില്ല. ഇപ്പോൾ ആളുകൾ മരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആളുകൾ പോകുന്നത്. ഒരു അപകടം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ ഒക്കെ നോക്കൽ. കാരണം ഈ ഒരു സൈഡിൽ കൈവരി പണ്ടേ ഇല്ലായിട്ട് പിന്നെ അധികൃതർ ഇവിടെ നാട്ടുകാർ സമരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവിടെ ഇവിടെ ഒരു താൽക്കാലിക ഇത് വെച്ചിട്ടുള്ളത്. ഒരു കൈവരി വെച്ചിട്ട് അതും ആ മഴയ്ക്ക് തന്നെ പോയതാണ്. ഇപ്പൊ കണ്ടില്ലേ, റോഡിൽ 2 കാറിന്റെ ടയർ മാത്രമാണ് കാണാൻ. അതിനകത്ത് ആളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. മുങ്ങിയെടുക്കാനും സാധനത്തിനൊന്നും നമുക്ക് അറിയില്ല. അപ്പം എന്താണ് ഈ പാലത്തിന്റെ ഒരു പ്രശ്നം എന്നുള്ളത് നാട്ടുകാർ നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പാലം പണിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു പാലാണ്. 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലാണ്. കക്കാടംപൊയിലേക്കൊക്കെ പോകുന്ന മെയിൻ റൂട്ടാണ്. ഈ നിരവധി വാഹനങ്ങൾ, ബൈക്കുകളായാലും സ്കൂട്ടറായാലും കാറായാലും അങ്ങനെ സ്കൂൾ ബസ്സുകൾ അങ്ങനെ നിരന്തരം നൂറുകണക്കിന് വണ്ടികൾ പോകുന്ന ഒരു റൂട്ടാണ്. ഈ റൂട്ടിനെയാണ് അധികൃതർ അവഗണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനെതിരെ ഒരു നടപടി എടുക്കണം. കാരണം ഇതിന് ആളുകൾ ഒരുപാട് ഇപ്പം ഇവിടെ മരണങ്ങൾ സംഭവിക്കാത്തതുകൊണ്ടാണോ അധികൃതർ തിരിഞ്ഞു നോക്കാത്തതെന്ന് അറിയില്ല. എന്തായാലും നാട്ടുകാർ ഇപ്പോൾ രോഷാകുലരാണ്. ഇപ്പൊ ഇന്നലെ രാത്രി ഒന്ന് പുലർച്ചെ പോയതാണ് ആ കാർ ഇവിടെ കേട്ടോ.